മക്കളെ നമുക്കിനി അടുത്തത് റിയലിലെ ചാപ്റ്റർ 3യുമായി ബന്ധപ്പെട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ച ചില ബേസിക് കാര്യങ്ങൾ ഈ മെഷർ എന്ന കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടിയാണ് അൽജിബ്രയും സിഗ്മ അൽജിബ്രയെ കുറിച്ച് പഠിച്ചത്. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് എന്താണ് മെഷർ എന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ മെഷർ എന്ന കൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലും +2 തലത്തിലൊക്കെ നമ്മൾ മെഷറിൻ്റെ ഒരു ബേസിക് വേർഷനായിട്ടുള്ള ലെങ്ത് ഓഫ് ആൻ ഇൻ്റർവൽ എന്ന കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഒരു ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് എന്നുള്ള കൺസെപ്റ്റാണ്. ഒരു ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് പോയിൻറ്റ് മൈനസ് ലെഫ്റ്റ് ഹാൻഡ് പോയിൻ്റ് ആണ്. ഇൻ്റർവെല്ലുകൾ പലതരമുണ്ട്. ഓപ്പൺ ഇൻ്റർവെല്ലുണ്ട്, ക്ലോസ്ഡ് ഇൻ്റർവെൽ AB ഉണ്ട്, സെമി ഓപ്പൺ ഇൻ്റർവെല്ലുണ്ട്, അല്ലേ, സെമി ക്ലോസ്ഡ് ഉണ്ട്, റേസ്, ഓപ്പൺ റേ, അല്ല റൈറ്റ് റേ, ലെഫ്റ്റ് റേ, റിയൽ ഇൻ്റർവെൽ, അല്ലേ, അങ്ങനെ കുറേ കേസുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ AB ആണെങ്കിൽ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് B - A ആയിരിക്കും. ക്ലോസ്ഡ് ഇൻ്റർവെൽ AB എടുത്താലും സെമി കേസ് എടുത്താലും എല്ലാം ലെങ്ത് B - A തന്നെയായിരിക്കും. അതേ സ്ഥാനത്ത് ഒരു ഇൻ്റർവെല്ലിൽ റൈറ്റിലോ ലെഫ്റ്റിലോ ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ വരികയാണെങ്കിൽ അതിൻ്റെ ലെങ്ത് മസ്റ്റ് ബി ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ റിയൽ ലൈനിൻ്റെ ലെങ്ത് എടുത്താലും 0 to ഇൻഫിനിറ്റിയുടെ ലെങ്ത് എടുത്താലും എല്ലാം അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ -∞ to 0 എടുത്താലും ഒക്കെ ലെങ്ത് ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ലെങ്ത് ഓഫ് ആൻ ഇൻ്റർവെൽ എന്ന കൺസെപ്റ്റ്. ഇനി ലെങ്ത്തിന് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ലെങ്ത് ഓഫ് ആൻ ഇൻ്റർവെൽ ഷുഡ് ബി നോൺ നെഗറ്റീവ്, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി എപ്പോഴാണ് ലെങ്ത് 0 ആവുക എന്ന് പറഞ്ഞാൽ, ലെങ്ത് 0 ആവുക എന്ന് പറഞ്ഞാൽ ഐദർ സെറ്റ് എംപ്റ്റി ആയാലും മതി, അല്ലെങ്കിൽ സിംഗിൾട്ടൺ സെറ്റ് ആയാലും മതി. ഞാൻ ഇതിനകത്ത് ഈ നോട്ടിനകത്ത് അത് കൊടുത്തിട്ടില്ല, അതൊരു എററാണ്. ലെങ്ത് ഓഫ് I = 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഐദർ I ഈസ് എംപ്റ്റി ഓർ I ഈസ് എ സിംഗിൾട്ടൺ സെറ്റ്. കാരണം എല്ലാ സിംഗിൾട്ടൺ സെറ്റുകളും ഇൻ്റർവെല്ലാണ് റിയൽ ലൈനിൽ. ഓക്കെ, ഇപ്പോൾ സിംഗിൾട്ടൺ A എന്ന് പറഞ്ഞാൽ അർത്ഥം ശരിക്കും ക്ലോസ് ഇൻ്റർവെൽ A എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് പോയിൻറ്റ് മൈനസ് ലെഫ്റ്റ് ഹാൻഡ് പോയിൻറ്റ് A - A = 0 ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് 0 ആണെങ്കിൽ അതിനർത്ഥം അത് ഒന്നില്ലെങ്കിൽ എംപ്റ്റി ആയിരിക്കും, അല്ലെങ്കിൽ അത് ഒരു സിംഗിൾട്ടൺ സെറ്റ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് സബഡിറ്റിവിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് കുറേ ഇൻ്റർവെല്ലുകളുടെ യൂണിയൻ എടുത്തിട്ട് ലെങ്ത് എടുക്കുമ്പോൾ അത് മസ്റ്റായിട്ട് എല്ലാവരെയും കൂടി ലെങ്ത് ആഡ് ചെയ്യുന്നതിനേക്കാൾ കുറവായിരിക്കും, കുറവോ ഈക്വലോ ആയിരിക്കും. അപ്പോൾ ലെങ്ത് ഓഫ് ദി യൂണിയൻ ഓഫ് ഇൻ്റർവെൽ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം ഓഫ് ദി ലെങ്ത് ഓഫ് ദി ഇൻ്റർവെൽസ്. ഒരു എക്സാമ്പിളിലേക്ക് നോക്കിയാൽ ഓപ്പൺ ഇൻ്റർവെൽ 1-2 യൂണിയൻ ഓപ്പൺ ഇൻ്റർവെൽ 1-3 എടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ഇൻ്റർവെൽ 1-3 എന്ന് കിട്ടുക. അപ്പോൾ യൂണിയൻ ലെങ്ത്ത് ഓപ്പൺ ഇൻ്റർവെൽ 1-3 എന്ന് പറഞ്ഞാൽ 3 - 1 ദാറ്റ് ഈസ് 2 എന്ന് കിട്ടും. ഇനി ഓപ്പൺ ഇൻ്റർവെൽ 1-2ൻ്റെ ലെങ്ത്ത് 1 ആണ്, ഓപ്പൺ ഇൻ്റർവെൽ 1-3 ലെങ്ത്ത് 2 ആണ്. അപ്പോൾ രണ്ടിൻ്റെ ലെങ്ത്ത് കൂടി കൂട്ടിയാൽ 3 എന്ന് കിട്ടും. അപ്പോൾ സിഗ്മ ലെങ്ത് ഓഫ് IN 3യും ലെങ്ത് ഓഫ് യൂണിയൻ IN എന്ന് പറയുന്നത് 2മാണ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുന്നത് അതുകൊണ്ടാണ്. ചിലപ്പോൾ ഇക്വാളിറ്റിയും വന്നേക്കാം, ഡിജോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ഈക്വാളിറ്റി വന്നേക്കും. അപ്പോൾ അടുത്ത പ്രോപ്പർട്ടി അതാണ്, പെയർ വൈസ് ഡിജോയിൻ്റ് ആയിട്ടുള്ള ഇൻ്റർവെൽസ് എടുത്താൽ അവരെ യൂണിയൻ്റെ ലെങ്ത്തും സമേഷൻ ഓഫ് ലെങ്ത്തും എന്ത് തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. ലെങ്ത് ഓഫ് ദി യൂണിയൻ മസ്റ്റ് കോയിൻസൈഡ് വിത്ത് ദി സം ഓഫ് ദി ലെങ്ത് ഇഫ് ദി ഇൻ്റർവെൽസ് ആർ പെയർ വൈസ് ഡിജോയിൻറ്റ്. ഓക്കെ, അത് മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ്. നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ ഇൻവേരിയൻ്റ് എന്ന് പറയുന്നത്. അതൊരു ഇൻ്റർവെല്ലിനെ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്താലും ലെങ്ത് ചേഞ്ച് ചെയ്യില്ല. ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം ഒരു റിയൽ നമ്പർ കൂട്ടുകയാണ്. അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ 0-1 കൂടെ 1 കൂട്ടിയാൽ അതെന്തായി മാറും, ഓപ്പൺ ഇൻ്റർവെൽ 1-2 ആവും. അത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. -1 ആണ് കൂട്ടുന്നതെങ്കിൽ ഓപ്പൺ ഇൻ്റർവെൽ -1 0 ആവും, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. പക്ഷേ ലെങ്ത്ത് മാറില്ല, കാരണം ഓപ്പൺ ഇൻ്റർവെൽ 1-2ൻ്റെ ലെങ്ത്ത് 1 ആണ്, ഓപ്പൺ ഇൻ്റർവെൽ -1 0ൻ്റെ ലെങ്ത്തും 1 ആണ്. അപ്പോൾ അതാണ് ട്രാൻസ്ലേഷൻ ഇൻവേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്താലും ലെങ്ത്ത് ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, ഇതാണ് ഒരു ലെങ്ത് ഓഫ് ഇൻ്റർവെല്ലിൻ്റെ ചില പ്രോപ്പർട്ടീസുകളാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ എന്താണ് സെറ്റ് ഫംഗ്ഷൻ എന്നൊരു ഡെഫിനിഷൻ നമ്മൾ നോക്കാൻ പോകാം. സെറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഡൊമെയിൻ സെറ്റ് കളക്ഷൻ ഓഫ് സെറ്റ്സ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെ വരുന്ന എല്ലാ ഫംഗ്ഷനെയും നമുക്ക് സെറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഇനി നമ്മളുടെ മെഷറുകൾ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും കളക്ഷൻ ഓഫ് സെറ്റുകളിൽ നിന്ന് എക്സ്റ്റെൻഡഡ് റിയൽ നമ്പർ സിസ്റ്റത്തിലേക്ക് പോകുന്നവരായിരിക്കും. എന്താ എക്സ്റ്റെൻഡഡ് റിയൽ നമ്പർ സിസ്റ്റം പറഞ്ഞാൽ, റിയൽ നമ്പർ സിസ്റ്റത്തിൽ +∞ -∞ ഇല്ല, അതിനെ കൂടി ജോയിൻ ചെയ്യുമ്പോഴാണ് അതിനല്ലെങ്കിൽ R യൂണിയൻ +or- ആണ് നമ്മൾ എക്സ്റ്റെൻഡഡ് റിയൽ നമ്പർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ എക്സ്റ്റെൻഡഡ് റിയൽ നമ്പർ സിസ്റ്റത്തിലേക്ക് കോഡൊമെയിനും ഒരു സെറ്റിൻ്റെ കളക്ഷൻ ഓഫ് സബ്സെറ്റ്സ് ഡൊമെയിനുമാവുന്ന ഫംഗ്ഷനുകളെയൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഇവിടുത്തെ കേസിൽ അങ്ങനെയാണ്. പിന്നെ ഈ ലെങ്ത് ഓഫ് ആൻ ഇൻ്റർവെൽ എന്നൊക്കെ പറയുന്നത് ഒരു സെറ്റ് ഫംഗ്ഷനാണ്. കാരണം ഇൻ്റർവെൽസിൻ്റെ കളക്ഷനിൽ നിന്ന്
ക്ലോസർ 0 to ഇൻഫിനിറ്റിയിലേക്കാണ് പോകുക. ക്ലോസർ 0 to ഇൻഫിനിറ്റി പറഞ്ഞാൽ എല്ലായ്പ്പോഴും �greater ആയതുകൊണ്ട് അങ്ങനെ എടുത്തു. അപ്പോൾ മെഷർ ഓഫ് ആൻ ഇൻ്റർവൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ആൻ ഇൻ്റർവൽ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഫംഗ്ഷനാണ്. അതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഇൻ്റർവൽസ് ആണ്. അതിൻ്റെ കോഡോമിൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് 0 ക്ലോസ്ഡ് ഇൻഫിനിറ്റിയാണ്. അത് ചിലർക്കൊക്കെ ഇൻഫിനിറ്റി കൂടി ഇമേജ് വന്നേക്കാം, ലെങ്ത് ചിലരുടെ ആയിരിക്കാം എന്നുള്ളതുകൊണ്ട്. ഓക്കെ, ഇനി എന്താണ് മെഷർ എന്ന കൺസെപ്റ്റ് എന്ന് നോക്കാം. ഒരു മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മീൻ ചെയ്യുന്നത് ഒരു സിഗ്മ ആൾജിബ്ര ഡൊമെയിനും കോഡോമിൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് 0 to ഇൻഫിനിറ്റി. അതായത് നോൺ നെഗറ്റീവ് എക്സ്റ്റൻഡഡ് റിയൽ സിസ്റ്റം എന്ന് വിളിക്കാം. നോൺ നെഗറ്റീവ് ആയിരിക്കും, എക്സ്റ്റൻഡ് പറഞ്ഞാൽ ഇൻഫിനിറ്റി അതിനകത്ത് ആഡ് ചെയ്ത് അതിൽ ഡിഫൈൻ ചെയ്യപ്പെടുന്ന ഒരു ഫംഗ്ഷനാണ് മെഷർ. അത് മാത്രമല്ല, അതിന് ചില സം കണ്ടീഷൻസ് ഇറ്റ് ഹാസ് ടു സാറ്റിസ്ഫൈ. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് നോൺ നെഗറ്റിവിറ്റിയാണ്. 2 empty സെറ്റിന് എപ്പോഴും മെഷർ 0 ആയിരിക്കും. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സബഡിറ്റിവിറ്റിയാണ്. മെഷർ ഓഫ് ദി യൂണിയൻ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം ഓഫ് ദി മെഷർ. നാലാമത്തെ കണ്ടീഷനിൽ ഇവിടെ ഒരു എററുണ്ട്. പെയർ വൈസ് ഡിസ്ജോയിൻ്റ് കളക്ഷനാണ് ENs എങ്കിൽ മെഷർ ഓഫ് ദി യൂണിയൻ കോയിൻസൈഡ് വിത്ത് സം ഓഫ് ദി മെഷേഴ്സ്. ഇപ്പോൾ കൗണ്ടബിൾ അഡിറ്റീവ് എന്ന് പറയുന്നത് പെയർ വൈസ് ഡിസ്ജോയിൻ്റ് കളക്ഷൻ്റെ കാര്യമാണ്. ഇനി അഞ്ചാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മോണോട്ടോണിക് പ്രോപ്പർട്ടി. അത് A സബ്സെറ്റ് ഓഫ് B എന്ന് പറഞ്ഞാൽ വലിയ സെറ്റിന് സ്വാഭാവികമായിട്ട് ചെറിയ സെറ്റിനേക്കാൾ അളവ് ഉണ്ടാവും എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. മെഷർ ഓഫ് A ലെസ് ദാൻ ഈക്വൽ മെഷർ ഓഫ് B വെനെവർ A സബ്സെറ്റ് ഓഫ് B. ഇനി നമ്മൾ ലെങ്ത് ഓഫ് ഇൻ്റർവൽ ട്രാൻസ്ലേഷൻ ഇൻവേരിയൻ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ മെഷർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ മസ്റ്റായിട്ട് ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും? ട്രാൻസ്ലേഷൻ ഇൻവേരിയൻസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു ഫംഗ്ഷനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? മെഷർ എന്ന് വിളിക്കാം. അപ്പോൾ മെഷറിൻ്റെ പ്രത്യേകത അതിൻ്റെ ഡൊമെയിൻ ഒരു സിഗ്മ ആൾജിബ്ര ആവണം എന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട നോട്ടാണ് കൊടുത്തിരിക്കുന്നത്. പവർ സെറ്റ് സിഗ്മ ആൾജിബ്ര ഉപയോഗിച്ചിട്ട് ഒരു മെഷർ കണ്ടെത്തിയാൽ ആ മെഷർ ഒരിക്കലും മെഷർ ഓഫ് ഐയും ലെങ്ത് ഓഫ് ഐയും ഈക്വലായി സാറ്റിസ്ഫൈ ചെയ്യില്ല. ദാറ്റ് മീൻസ് യു ആർ അണേബിൾ ടു ഫൈൻഡ് ഔട്ട് എ മെഷർ ഓൺ P of R, a sigma algebra P of R, in which it satisfies the condition m of I equal to length of I for interval. അതായത് ഒരു മെഷറിൻ്റെ അളവിൽ ഇൻ്റർവെല്ലിൻ്റെ അളവും അതിൻ്റെ ലെങ്ത്തും സെയിമായി വരുന്ന ഒരു മെഷർ നമുക്ക് P of Rൽ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതിനർത്ഥം പവർ സെറ്റിൽ അത്ര ഒരു മെഷർ വർക്കാവില്ല. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. അതിനൊരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിളല്ല, ഇൻ ജനറൽ അത് പ്രൂവ് ചെയ്യാൻ ഈ ചാപ്റ്ററിൻ്റെ അവസാനമാണ് പ്രൂവ് ചെയ്യുക. എങ്കിൽ ഇവിടെ ഒരു പ്രത്യേകത നോക്കാം. ഒരു മെഷർ നമുക്ക് തന്നിട്ടുണ്ട്, കൗണ്ടിങ് മെഷർ എന്ന് പറയാം. അതായത് ഒരു സെറ്റിലെ എലമെൻറ്റുകളെ എണ്ണുക എന്ന് പറയുന്ന ഒരു അളവ്. അപ്പോൾ എല്ലാ സബ്സെറ്റും P of Rൽ നിന്ന് 0 to ഇൻഫിനിറ്റിയിലേക്ക് പോകാം. എലമെൻറ്റുകളുടെ എണ്ണം എല്ലായ്പ്പോഴും �greater or equal to 0 ആയിരിക്കും. empty സെറ്റിന് മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ? 0 എലമെൻറ്റ്സ് കിട്ടുകയുള്ളൂ. മെഷർ ഓഫ് empty സെറ്റ് ഈക്വൽ ടു 0 ആൻഡ് മെഷർ ഓഫ് A എന്ന് പറഞ്ഞാൽ കാർഡിനാലിറ്റി ഓഫ് A എന്നർത്ഥം. ഇനി ഒരു സെറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ അതിൻ്റെ കാർഡിനാലിറ്റി ഇൻഫിനിറ്റി ആയിരിക്കും. ഇനി മെഷർ ഓഫ് E പ്ലസ് വൈയും മെഷർ ഓഫ് E സെയിം ആയിരിക്കും. കാരണം ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് എണ്ണത്തിൽ വ്യത്യാസമൊന്നും വരില്ല. ഇപ്പോൾ സെറ്റ് 1, 2, 3 അതിന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരു റിയൽ നമ്പർ 5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/6 ആവും, 2/7 ആവും, 3/8 ആവും. അതിലെ എലമെൻറ്റുകളുടെ എണ്ണം 3 തന്നെയാണ്. 1, 2, 3 എലമെൻറ്റുകളുടെ എണ്ണവും 3 ആണ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ലേഷൻ ഇൻവേരിയൻറ്റ് പ്രോപ്പർട്ടി കൗണ്ടിങ് മെഷർ സാറ്റിസ്ഫൈ ചെയ്യും. ഓട്ടോമാറ്റിക്കലി സബഡിറ്റിവിറ്റി, കൗണ്ടബിൾ സബഡിറ്റിവിറ്റി, മോണോട്ടോണിക് പ്രോപ്പർട്ടി എല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ കൗണ്ടിങ് മെഷർ എന്ന് പറയുന്ന ഒരു മെഷറിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യും. അതിൻ്റെ ഡൊമെയിൻ P of R തന്നെയാണ്. അപ്പോൾ അവിടെ മെഷർ ഓഫ് ആൻ ഇൻ്റർവലും ലെങ്ത് ഓഫ് ഇൻ്റർവലും സെയിം ആവുണ്ടോ എന്ന് നോക്കുക. ആവില്ല. കാരണം ഒരു ഇൻ്റർവൽ തന്നു, ക്ലോസ് ഇൻ്റർവൽ 0, 1. അതിൻ്റെ മെഷർ എന്ന് പറയുന്നത് കൗണ്ടിങ് മെഷർ പ്രകാരം അതിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്, ഇൻഫിനിറ്റിയാണ്. പക്ഷേ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 - 0, 1 ആണ്. അപ്പോൾ അവിടെ മെഷർ ഓഫ് ഐയും ലെങ്ത് ഓഫ് ഐയും ഈക്വൽ ആവുന്നില്ല. അപ്പോൾ കൗണ്ടിങ് മെഷർ P of R ഡിഫൈൻ ചെയ്തെങ്കിലും മെഷർ ആണെങ്കിൽ കൂടി അത് മെഷർ ഓഫ് ഐ ഈക്വൽ ടു ലെങ്ത് ഓഫ് ഐ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ള എക്സാമ്പിളല്ല, ഇതൊരു സിമ്പിൾ എക്സാമ്പിളാണ്. P of R ഒരു മെഷറാണ്, പക്ഷേ അത് ലെങ്ത് ഓഫ് ഐ മെഷർ ഓഫ് ഐ കോയിൻസൈഡ് ചെയ്തില്ല എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഒരു പുതിയ മെഷറാണെന്ന് പറയാൻ പറ്റില്ല, ഒരു പുതിയ പേര്, ഔട്ടർ മെഷർ, ലെബിക് ഔട്ടർ മെഷർ എന്ന് അതിനെ വിളിക്കാം. ഔട്ടർ മെഷർ ഓർ ലെബിക് ഔട്ടർ മെഷർ, ലെബിക് കണ്ടെത്തിക്കൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ലെബിക് ഔട്ടർ മെഷർ എന്ന് നോക്കാം. ഈ ലെബിക് ഔട്ടർ മെഷർ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഫംഗ്ഷനാണ്. അതിൻ്റെ നൊട്ടേഷൻ M* ആണ്. M* ഫ്രം P of R ടു ക്ലോസ്ഡ് 0 to ഇൻഫിനിറ്റി. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ശരിക്കും ലെങ്ത് ഓഫ് ഇൻ്റർവെൽസ് എന്ന കൺസെപ്റ്റിൽ നിന്നാണ്.
അതായത് എ എന്ന് പറയുന്ന പി ഓഫ് ആറിലെ ഒരു എലമെൻ്റാണ്, അല്ലെങ്കിൽ ആറിൻ്റെ സബ്സെറ്റാണ്. അതിൻ്റെ ഔട്ടർ മെഷർ എൻ സ്റ്റാർ ഓഫ് എ ഈസ് ഡിഫൈൻഡ് ബൈ ഇൻഫിമം ഓവർ എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐ എൻ സിഗ്മ ലെങ്ത് ഓഫ് ഐ എൻ. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എയിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻ്റർവെൽസിൻ്റെ കളക്ഷൻ എടുക്കുക, ഐ എൻസ്. അതായത് ഐ എൻ എന്ന കളക്ഷൻ ഓഫ് ഇൻ്റർവെൽസിൻ്റെ പ്രത്യേകത എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐ എൻ ആയിരിക്കും. അപ്പോൾ കവർ ഐ എൻസ് എന്ന് പറയുന്നത് കവർ ആയിരിക്കും എയുടെ. അങ്ങനെയാണെങ്കിൽ ആ യൂണിയൻ ഐ എൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്മ ലെങ്ത് ഓഫ് ഐ എൻ പറഞ്ഞാൽ ആ കളക്ഷനിലുള്ള എല്ലാ ഇൻ്റർവെല്ലുകളുടെയും ലെങ്ത് എടുത്ത് സം ചെയ്യും. അതാണ് സിഗ്മ ലെങ്ത് ഓഫ് ഐ എൻ. ഇങ്ങനെ ഏതെല്ലാം രീതിയിൽ കവറുകൾ എടുക്കാൻ പറ്റുമോ ആ എല്ലാ കവറുകളുടെയും കൗണ്ടബിൾ കവറുകൾ എടുക്കുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, കവർ എടുക്കുമ്പോൾ അതിലുള്ള ഇൻ്റർവെല്ലുകളുടെ എണ്ണം കൗണ്ടബിൾ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുക. കാരണം ഈ ചാപ്റ്റർ ഈ പുസ്തകം മുഴുവൻ വർക്ക് ചെയ്യുന്ന കൗണ്ടബിലിറ്റി എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ കൗണ്ടബിൾ കളക്ഷൻ ഓഫ് ഇൻ്റർവെൽസ് ഐ എൻ വിച്ച് കവർ എ ആൻഡ് വി ടേക്ക് ദി സമേഷൻ ഓഫ് ലെങ്ത് ഓഫ് സച്ച് ഇൻ്റർവെൽസ് എടുത്തു. ഇനി ഇത്തരത്തിലുള്ള എല്ലാ കവറുകളും കൊടുത്ത് എല്ലാ സമേഷൻസും എടുക്കുക. അപ്പോൾ ഒരു സെറ്റ് കിട്ടും. സെറ്റ് ഓഫ് ആൾ സിഗ്മ ലെങ്ത് ഓഫ് ഐ എൻ സച്ച് ആറ്റ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ എന്ന് കിട്ടി. അങ്ങനെ എല്ലാ കളക്ഷനും എടുത്തു. ഇനി ഈ സെറ്റിൻ്റെ ഇൻഫിമത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എം സ്റ്റാർ ഓഫ് എ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സെറ്റിന് ഇൻഫിമം ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഒരു സെറ്റിന് ഇൻഫിമം ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഈ സെറ്റിനൊരു ഇൻഫിമം ഉണ്ടായിരിക്കും. നമുക്ക് ഇതിനെ കവർ ചെയ്യുന്നതിൻ്റെ മിനിമം കേസിനെ നമ്മൾ ഇൻഫിമം ഉണ്ടാവണമെങ്കിൽ ലോവർ ബൗണ്ട് ഉണ്ടാവണം എന്നാണ് കൺസെപ്റ്റ്. ഇൻഫിമം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ലോവർ ബൗണ്ട് ആവശ്യം. അങ്ങനെ ഒരു ലോവർ ബൗണ്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇൻഫിമം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇൻഫിമം ടേക്കൺ ഓവർ ആൾ കവേഴ്സ് ഓഫ്, അതായത് ഇൻ്റർവെൽ കവേഴ്സ് എന്ന് പറയുക. സാധാരണ ഒരു കവറല്ല, ഏതെങ്കിലും സെറ്റുകളുടെ യൂണിയൻ അല്ല, ഇൻ്റർവെൽ കവറുകളാണ്. ഓക്കെ, ഓപ്പൺ ഇൻ്റർവെല്ലുകളാണ് ശരിക്കും ഇവിടെ ഐ എൻ ചൂസ് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽസ് ഉപയോഗിച്ചിട്ട് എ കവർ ചെയ്യുന്ന ഇൻ്റർവെൽസിൻ്റെ കളക്ഷൻ എല്ലാം എടുക്കുന്നു. എല്ലാ കളക്ഷനിൽ നിന്നുള്ള സമേഷൻ എടുക്കുന്നു. അതിലെ മിനിമം എന്ന് പറയാൻ പറ്റില്ല, ഇൻഫിമം എന്ന് പറയാം. കാരണം മിനിമം ഇൻഫിമം എന്നുള്ള വ്യത്യാസമുണ്ട്. മിനിമം സെറ്റിൽ ഉണ്ടാവണമെന്നില്ല. ഓപ്പൺ ഇൻ്റർവെൽ 0 ആണെങ്കിൽ മിനിമം ഇല്ല, പക്ഷേ അതിന് ഇൻഫിമം 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഔട്ടർ മെഷർ എന്ന ഡെഫിനിഷൻ. ഇനി ഔട്ടർ മെഷർ ഒരു മെഷറാണോ എന്നൊരു ചോദ്യമുണ്ട്. ശരിക്കും ഔട്ടർ മെഷർ ഒരു മെഷറല്ല. അതിൻ്റെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും എക്സെപ്റ്റ് കൗണ്ടബിളി അഡിറ്റീവ് എന്ന പ്രോപ്പർട്ടി. അതായത് മെഷറിന് ആവശ്യമായിട്ടുള്ള 6 പ്രോപ്പർട്ടികളിൽ നമ്മൾ ഒട്ടും മുകളിൽ കൊടുത്ത 6 പ്രോപ്പർട്ടികളിൽ അതിലെ 4ാമത്തെ പ്രോപ്പർട്ടി ആയിട്ടുള്ള കൗണ്ടബിളി അഡിറ്റീവ് പറഞ്ഞാൽ പെയർ വൈസ് ഡിസ്റ്റോയിൻ്റ് ഇ എൻസ് തരുമ്പോൾ മെഷറും സമ്മും ഈക്വൽ ആവുമെന്ന് പറയുന്ന പ്രോപ്പർട്ടി ഔട്ടർ മെഷർ സാറ്റിസ്ഫൈ ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഔട്ടർ മെഷറിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഔട്ടർ മെഷറിൻ്റെ ആദ്യത്തെ ഒരു പ്രോപ്പർട്ടി ടെസ്റ്റ് ചെയ്യും. ബാക്കി എല്ലാ പ്രോപ്പർട്ടി ഉണ്ട്. എം സ്റ്റാർ ഓഫ് എം ടി സെറ്റ് ഈക്വൽ ടു 0. കാരണം എം ടി സെറ്റ് ഓപ്പൺ ഇൻ്റർവൽ 0 1/n സബ്സെറ്റാണ്. ഓക്കെ, ഇനി എം സ്റ്റാർ ഓഫ് ഐയുടെ ഡെഫിനേഷൻ പ്രകാരം അതിനെ കവർ ചെയ്യുന്ന ഇൻ്റർവെല്ലിൻ്റെ കളക്ഷൻ്റെ സം എടുക്കുക, ലെങ്ത് എടുക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് ഇൻഫിമം എടുത്താണ്. അപ്പോൾ ഇവിടെ 0 1/n കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇൻഫിമം എടുത്താലും മതിയാവും അത്തരത്തിലുള്ള ഇൻ്റർവെൽസിൻ്റെ ഫോർ ഈച്ച് n എലമെൻറ്റ് ഓഫ് n. പക്ഷേ 0 1/n ലെങ്ത് എന്ന് പറയുന്നത് 1/n ആണ്. ദാറ്റ് മീൻസ് ഇൻഫിമം ഓവർ 1/n n എലമെൻറ്റ് ഓഫ് n. പക്ഷേ നമ്മളത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. 1/n ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്, ടെൻസ് ടു 0 ആണ്. അപ്പോൾ മിനിമം വാല്യൂ 0 ആയിരിക്കും. ഫോർ എം സ്റ്റാർ ഓഫ് ഐ ഈസ് ഈക്വൽ ടു 0 ആണ്. അടുത്ത രണ്ടാമത്തെ റിസൾട്ടാണ് എം സ്റ്റാർ ഓഫ് എ ഈസ് ലെസ് ദാൻ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ബി. മൊണോട്ടോണിക് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം എ സബ്സെറ്റ് ഓഫ് ബി എന്ന് ചൂസ് ചെയ്തു. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് എം സ്റ്റാർ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ബി. ഇതൊക്കെ പ്രൂവ് ചെയ്യണമെങ്കിൽ എം സ്റ്റാർ ഒക്കെ എടുക്കണമെങ്കിൽ എനിക്കൊരു കവർ വേണം, ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ കവർ വേണം. അപ്പം ഞാൻ ആദ്യം ബിയുടെ കവർ എടുത്തു. ലെറ്റ് കളക്ഷൻ ഐ ആൻഡ് ബി ആൻഡ് ഓപ്പൺ ഇൻ്റർവെൽസ് വിച്ച് കവർ ബി. ദാറ്റ് മീൻസ് ബി സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐ എൻ. പക്ഷേ ബിയുടെ ഉള്ളിൽ എ ഇരിക്കുന്നത്. സോ എ ഈസ് ആൾസോ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐ എൻ. എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐ എൻ ആണെങ്കിൽ എം സ്റ്റാർ ഓഫ് എയുടെ ഡെഫിനേഷൻ പ്രകാരം കവർ ചെയ്യുന്ന കളക്ഷൻ്റെ എല്ലാ സമേഷൻ്റെയും ഇൻഫിമമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ആർബിട്രറി ഒരു കവറിൻ്റെ കേസാണ് പറഞ്ഞത്, അതിൻ്റെ ലെങ്ത്തിനേക്കാൾ കുറവായിരിക്കും. കാരണം ഇൻഫിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരേക്കാൾ ചെറുതാണെന്ന് പറയും. അപ്പോൾ എം സ്റ്റാർ ഓഫ് എ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമേഷൻ ലെങ്ത് ഓഫ് ഐ എൻ. അപ്പോൾ നമുക്ക് സമേഷൻ ലെങ്ത് ഓഫ് ഐ എൻ എന്ന് പറയുന്നത് എം സ്റ്റാർ ഓഫ് എയുടെ എന്തായി മാറുന്നു? അല്ലെങ്കിൽ എം സ്റ്റാർ ഓഫ് എ എന്ന് പറയുന്നത് സിഗ്മ ലെങ്ത് ഓഫ് ഐ എൻ എന്ന് പറയുന്ന
ഇവിടെ INs എന്ന് പറയുന്നത് ബിയുടെ കവറാണ്. അപ്പോൾ ബിയുടെ കവറിൻ്റെ സിഗ്മ ലെങ്ത് ഓഫ് INൻ്റെ ലോവർ ബോണ്ടാണ് എം സ്റ്റാർ ഓഫ് എ. അതായത് എം സ്റ്റാർ ഓഫ് എ ഈസ് ദ ലോവർ ബോണ്ട് ഫോർ ദി സെറ്റ് ഓഫ് ആൾ സിഗ്മ ലെങ്ത് ഓഫ് IN സച്ച് ദാറ്റ് ബി സബ്സെറ്റ് ഓഫ് യൂണിയൻ IN. അതായത് ബിയുടെ കവറുകൾ വെച്ചിട്ടുള്ള സിഗ്മ ലെങ്ത് ഓഫ് INൻ്റെ ലോവർ ബോണ്ടാണ് എം സ്റ്റാർ ഓഫ് എ. നിങ്ങൾക്കറിയാം ലോവർ ബോണ്ടിനേക്കാൾ വലുതായിരിക്കും ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട്. ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇൻഫിമം. അപ്പോൾ ആ കളക്ഷൻ്റെ ഇൻഫിമം എന്ന് പറഞ്ഞാൽ ആരാ? എം സ്റ്റാർ ഓഫ് ബി ആയിരിക്കും. Therefore എം സ്റ്റാർ ഓഫ് എ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ബി എന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഔട്ടർ മെഷർ മോണോട്ടോണിക് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട്.